നമ്മൾ ആരും അറിയാതെ എന്നാൽ ഇസ്രയേൽ നേരത്തെ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? അതെ, ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് വെച്ചാൽ പുതിയ വലിയ ഇസ്രയേൽ. ഇന്ന് കാണുന്ന ഇസ്രയേലിൻ്റെ ഭൂപടമായിരിക്കില്ല ഗ്രേറ്റർ ഇസ്രയേൽ പദ്ധതിയിലൂടെ ഇസ്രയേൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന, അവർ വികസിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതിയും ഭൂ അവകാശവും. വ്യക്തമായി പറഞ്ഞാൽ ഗാസയും വെസ്റ്റ് ബാങ്കും കയ്യേറിക്കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം അറബ് ലോകത്തെ പ്രമുഖ രാജ്യങ്ങളുടെ ഭൂമി കയ്യേറി ശക്തമായ യഹൂദരാജ്യം സ്ഥാപിക്കുക എന്നത് തന്നെയായിരിക്കും ഇസ്രയേൽ പദ്ധതി. അതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ അറബ് ലോകത്തെ പ്രമുഖ മുസ്ലിം രാജ്യങ്ങളായ സൗദിയും ഈജിപ്തും ജോർദാനും ഇറാഖും സിറിയയും ലബനനും കുവൈത്തും ഉഗാണ്ടയും തെക്കൻ തുർക്കിയും എല്ലാം ഉൾപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ അപകടം വർദ്ധിപ്പിക്കുന്നത്. ഇതേത് രീതിയിലായിരിക്കും അറബ് ലോകത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്നത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഇതിൽ സൗദിയുടെ ഇസ്രയേലിനോടും മെഡിറ്ററേനിയൻ കടലിനോടും ചേർന്ന് നിൽക്കുന്ന നല്ലൊരു ശതമാനം ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറാഖിനെ നെടുക പിളർത്തിയിട്ടുണ്ട്. സിറിയയുടെ ഭൂരിഭാഗം ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജോർദാനും ലബനോനും പൂർണ്ണമായും ഉൾപ്പെട്ടിട്ടുണ്ട്. ചെങ്കടലിടുക്കും ഇസ്രയേൽ പരിധിയിൽ പെട്ടിട്ടുണ്ട്. യഹൂദരുടെ വാഗ്ദത്ത ഭൂമിയാണെന്ന വിശ്വാസം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതാണ് കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയിൽ പുതിയ ഗ്രേറ്റർ ഇസ്രയേൽ മാപ്പ് ഉയർത്തിക്കാട്ടി നെതന്യാഹു പ്രസംഗിച്ചതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതും നാം കണ്ടതും അതാണ്. ഇസ്രയേലിൻ്റെ പ്രദേശവും പരമാധികാരവും വികസിപ്പിക്കുക എന്ന ആശയത്തെ പ്രായോഗികവരിക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് ഇസ്രയേൽ. സയനിസത്തിൻ്റെ സ്ഥാപക പിതാവ് തിയോഡോർ ഹെർസൽ പറയുന്നതനുസരിച്ച് മഹത്തായ ഇസ്രയേൽ എന്ന ആശയം ഈജിപ്ത് തോട് മുതൽ യൂഫ്രട്ടീസ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ജൂത രാഷ്ട്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാരണത്താലാണ് ഇസ്രയേൽ അതിൻ്റെ അയൽ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഫലസ്തീനിൽ നിന്ന് കൂടുതൽ ഭൂമി പതിയെയും തന്ത്രപരമായും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ ആക്രമണം നടത്തുമ്പോൾ ഇസ്രയേൽ പറഞ്ഞത് ഗസയെ ആളില്ലാ മരുഭൂമിയാക്കും എന്നായിരുന്നു. അതവർക്ക് നടന്നില്ല എന്നത് മറ്റൊരു കാര്യം. ഇതേ അവസരത്തിൽ തന്നെയാണ് ലോകം ഇത്രമേൽ കണ്ണ് തുറന്നിരിക്കുന്ന ഘട്ടത്തിൽ ലോകമെങ്ങും കനത്ത ഇസ്രയേൽ വിരുദ്ധ റാലികളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലും ഗാസ വിട്ട് വെസ്റ്റ് ബാങ്കിനെ കൂടി ആക്രമിക്കാൻ ഇപ്പോൾ അവർ തുനിഞ്ഞിറങ്ങിയതിൻ്റെ പിന്നിലെ അജണ്ടയും ഇത് തന്നെയാണ്. മാത്രവുമല്ല, വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളുടെ വീടുകൾ പൊളിക്കുന്ന ശൈലി മാത്രം നോക്കിയാൽ മതി. ഒരു കർഫ്യൂ ഏർപ്പെടുത്തിയതിന് ശേഷം വലിയ JCBകൾ ധാരാളം കൊണ്ടുവന്ന് അവ ഉപയോഗിച്ച് നിഷ്കരണം അവരുടെ വീടുകൾ പൊളിച്ചു നീക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മികച്ച റോഡുകളും കെട്ടിടങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ആവശ്യമായ കുടിവെള്ള വൈദ്യുത ഉപകരണങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ ബോധപൂർവം താറുമാറാക്കുന്നു. ഈ ഭൂമി നിങ്ങൾക്ക് ജീവിക്കുവാനുള്ളതല്ല, ഇത് യഹൂദർക്കുള്ളതാണെന്ന് നിഷ്കരണം പറയുകയാണ് ഇസ്രയേൽ. ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിക വിശ്വാസപ്രകാരം ഫലസ്തീനും മസ്ജിദുൽ അക്സയും മുസ്ലിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ വൈകാരികതയെ വേദനിപ്പിക്കുന്നത് ഇസ്രയേലിന് എല്ലാ കാലത്തും വിനോദവുമാണ്. ഗ്രേറ്റർ ഇസ്രയേൽ പദ്ധതി കൊണ്ടുവരുന്നതിന് പിന്നിലും ആ വിനോദം തന്നെയാണ്. അതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തേത്, മുകളിൽ പറഞ്ഞ പോലെ അവരുടെ വാഗ്ദത്ത ഭൂമി എന്ന വിഷയം യാഥാർത്ഥ്യമാക്കലാണെങ്കിൽ രണ്ടാമത്തേതും അവസാനത്തേതും രാഷ്ട്രീയമായ അജണ്ടയാണ്. രണ്ടാമത്തേത് മിഡിൽ ഈസ്റ്റിനെ നെടുക പിളർത്തുക എന്നതാണ്. മൂന്നാമത്തേത്, ഇതേ മണ്ണിൽ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ അറബ് പ്രദേശങ്ങളെ പ്രശ്നവൽക്കരിച്ചു നിർത്തുക എന്നതുമാണ്. ഇതിൽ അറബ് രാഷ്ട്രങ്ങളിൽ ഒരേ സമയം പ്രശ്നങ്ങളും അതേസമയം തന്നെ മധ്യസ്ഥതയും നടത്തി തങ്ങളുടെ വാണിജ്യ ആയുധ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുൻപിൽ അറബ് രാഷ്ട്രങ്ങളെ ഒതുക്കി നിർത്തുകയാണ് അമേരിക്കയുടെ കുതന്ത്രം എന്ന് പറയുന്നത്. ആ കുതന്ത്രത്തിന് അവർ ഇസ്രയേലിനെ പീരങ്കിയാക്കി ഉപയോഗിക്കുന്നു എന്നത് മാത്രം. പല അന്താരാഷ്ട്ര വിദഗ്ധരും അഭിപ്രായപ്പെടുന്നതനുസരിച്ച് ഇസ്രയേൽ ഒരിക്കലും ഒരു സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമേ അല്ല. അവർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ വേണം. അതിനുവേണ്ട സഹായങ്ങളെല്ലാം അമേരിക്ക പിന്നിൽ നിന്ന് ചെയ്യും. ഈ ഗ്രേറ്റർ ഇസ്രയേൽ പദ്ധതിയുമായി ഇസ്രയേലിന് എങ്ങനെയാകും മുന്നോട്ട് പോകാൻ സാധിക്കുക? എക്കാലവും തങ്ങളുടെ കൂടെ നിന്നിരുന്ന ജോർദാൻ ഈ വിഷയത്തിൽ ഇസ്രയേലിനൊപ്പം നിൽക്കുമോ എന്നത് ഇസ്രയേൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. തുർക്കി കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? സിറിയയും ഇറാഖും തങ്ങളുടെ രാജ്യത്തെ പിളർത്താൻ അനുവദിക്കുമോ? എന്തിന്? ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ സൗദി കയ്യും കെട്ടി നോക്കി നിൽക്കണമോ?
ഇസ്രയേലിന് എല്ലാ ഒത്താശയും ചെയ്തു നൽകുന്ന അമേരിക്കയുടെ രാഷ്ട്രീയ കുതന്ത്രം തന്നെയാണ് ഈ പദ്ധതിക്ക് പരിശ്രമിക്കുന്നത് പിന്നിലും എന്ന് ഈ രാജ്യങ്ങൾ അത്രയും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലത്ത് അമേരിക്കയുടെ ഏത് താല്പര്യങ്ങൾക്കും വിനീത വിധേയരായി വഴങ്ങിയിരുന്ന രാജ്യങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെ ഒരു രാത്രി മുഴുവൻ ഹോട്ടൽ മുറിയിൽ തങ്ങളെ കാത്തു നിർപ്പിച്ച സാഹചര്യം പോലും ഉണ്ടാക്കിയിരുന്നത്. അതൊരു സൂചനയായിരുന്നു. ഇനിയുള്ള കാലം തങ്ങളുടെ നയവും നിലപാടുകളും ഇങ്ങനെ അമേരിക്കൻ താല്പര്യങ്ങൾക്കൊപ്പമായിരിക്കില്ല എന്ന്. ആ നിലപാടായിരിക്കും ഇനി മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള ഈ രാജ്യങ്ങളുടെ സമീപനങ്ങളിൽ ഉണ്ടാവുക. ഈജിപ്ത് പോലും അറിയാതെയാണ് ഗാസക്കാരെ സീനായ് മരുഭൂമിയിൽ കുടിയിരുത്താമെന്ന് ഇസ്രയേൽ തീരുമാനിച്ചതുപോലും. ഇത് ഇസ്രയേലിൻ്റെ കുടിലതയായി ഈജിപ്തും കണക്ക് കൂട്ടുകയാണ്. മിഡിൽ ഈസ്റ്റിനെ നെടുക പിളർത്തുകയാണ് ലക്ഷ്യം. അത് ഇസ്രയേലിൻ്റെ മാത്രമല്ല, അമേരിക്കയുടെ രാഷ്ട്രീയ അജണ്ട കൂടിയാണ്. ഈ അജണ്ടയ്ക്കായി എന്ത് കഠിനമായ പരീക്ഷണങ്ങൾക്കും ഇസ്രയേൽ മുന്നോട്ട് വരും. അവിടെ മനുഷ്യത്വം ഒരു പ്രശ്നമേ അല്ല അവർക്ക്. അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള നാളുകളിൽ പശ്ചിമേഷ്യയിൽ കൂട്ടക്കശാപ്പുകൾ തന്നെ നടക്കും. പാവം അറബ് ജനത മരിച്ചു വീഴും. വെസ്റ്റ് ബാങ്കും ഗാസയും കടന്നാൽ ഇനി ഏത് രാജ്യത്തെയായിരിക്കും ആദ്യം ഇസ്രയേൽ ആക്രമിക്കുക, അല്ലെങ്കിൽ ഏത് രാജ്യത്തിലായിരിക്കും ഇസ്രയേൽ കൈവെക്കുക എന്നത് മാത്രമാണ് പ്രധാന ചോദ്യം. അങ്ങനെ സംഭവിച്ചാൽ അറബ് രാഷ്ട്രങ്ങളുടെ പ്രതികരണവും എങ്ങനെയായിരിക്കും എന്നതും ശക്തമായ ആശങ്കകളാണ്. ഏതായാലും ഗ്രേറ്റർ ഇസ്രയേൽ വീണ്ടും ചർച്ചയാവുകയാണ്. waytonikah.com, the exclusive Muslim matrimonial site.